എല്ലാവർക്കും അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയുടെ ഐസോമോർഫിസം എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോമോർഫിസം ആണ് നോക്കേണ്ടത്. അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോമോർഫിസം ആക്ടിംഗ് ഓൺ എലമെൻറ്റ്സ് ആൻഡ് ആക്ടിംഗ് ഓൺ ഗ്രൂപ്പ്സ് എന്നുള്ള നിലയിലാണ് നമുക്ക് ഐസോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കേണ്ടത്. ഇവിടെ ഐസോമോർഫിസവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ പ്രോപ്പർട്ടി ഇങ്ങനെയാണ്. സപ്പോസ് ദാറ്റ് ഫൈ ഈസ് ആൻ ഐസോമോർഫിസം ഫ്രം എ ഗ്രൂപ്പ് ജി ഓൺ ടു എ ഗ്രൂപ്പ് ജി ഡാഷ്. നമുക്ക് ആദ്യം നോക്കേണ്ടത് ഫൈ എന്ന് പറയുന്ന ഐസോമോർഫിസം ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഫൈ ക്യാരീസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ജി ടു ദി ഐഡൻറ്റിറ്റി ഓഫ് ജി ഡാഷ്. രണ്ടാമത്തത് ഫോർ എവറി ഇൻറ്റിജർ എൻ ആൻഡ് ഫോർ എവറി ഗ്രൂപ്പ് എലമെൻറ്റ് എ ഇൻ ജി ഫൈ ഓഫ് എ റേസ് ടു എൻ ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു എൻ. ഫോർ എനി എലമെൻറ്റ്സ് എ ആൻഡ് ബി ഇൻ ജി എ ആൻഡ് ബി കമ്മ്യൂട്ട് if and only if phi of A and phi of B commute. G equal to the cyclic group generated by A if and only if G dash equal to cyclic group generated by phi of A. Fifth one, order of A equal to order of phi of A for all A in G. That is isomorphism preserves orders. Then sixth one, for a fixed integer k and a fixed group element b in G, the equation x raised to k equal to b has the same number of solutions in G. Does the equation x raised to k equal to phi of b in G dash? If G is finite, seventh one, if G is finite, then G and G dash have exactly the same number of elements of every order. ഇത്തരത്തിലുള്ള 7 പ്രോപ്പർട്ടീസാണ് നമുക്ക് ഐസോമോർഫിസം ഒരു ഗ്രൂപ്പിലെ എലമെൻറ്റുകളിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രോപ്പർട്ടീസ്. അതിലാദ്യത്തെ നമുക്ക് നോക്കേണ്ടത് ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ എന്നും ജി ഡാഷ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ ഡാഷ് എന്നും എടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഇ ഡാഷ് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമുക്കതിലേക്ക് കടക്കാം. ഇ ഈക്വൽ ടു ഇ ഇൻറ്റു ഇ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഫൈ ഓഫ് ഇ ഇൻറ്റു ഇ എന്നുള്ളത് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഫൈ ഓഫ് ഇ ഇൻറ്റു ഫൈ ഓഫ് ഇ എന്നുള്ളത് പറയാം. കാരണം ഫൈ എന്ന് പറയുന്നത് ഐസോമോർഫിസം ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഓപ്പറേഷൻസ് പ്രിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഫൈ ഓഫ് ഇ ഇൻറ്റു ഫൈ ഓഫ് ഇ എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് നോട്ട് ചെയ്യാം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് നമ്മൾ ഈ ഇ ഡാഷ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻ്റാണ് ജി ഡാഷിന് ഉണ്ട് എന്ന് പറഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ഫൈ ഓഫ് ഇ ബിലോങ്സ് ടു ജി ഡാഷ് എന്നുള്ളത് നമുക്കറിയാം. ഇയുടെ എന്തായാലും ഇമേജ് എന്ന് പറയുന്നത് ജി ഡാഷിലെ ഒരു എലമെൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇ ഡാഷ് എന്ന് പറയുന്ന എലമെൻറ്റും ഫൈ ഓഫ് ഇ എന്ന് പറയുന്ന എലമെൻറ്റ് രണ്ടും ജി ഡാഷിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫൈ ഓഫ് ഇ എന്നുള്ളത് ഒരു ഇ ഡാഷ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും പ്രശ്നമില്ല. ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഇ ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് ഇ. ഇ ഡാഷ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും പ്രശ്നമില്ല. ഈ രണ്ട് ഇക്വേഷനും 1 and 2 കമ്പൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈ ഓഫ് ഇ ഇൻറ്റു ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഇ ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് ഇ എന്നുള്ള റിലേഷൻ നമുക്ക് കിട്ടും. നമുക്ക് റൈറ്റ് ക്യാൻസലേഷൻ ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഇ ഡാഷ് എന്നുള്ള സംഗതി കിട്ടും. അതായത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാപ്പ് ചെയ്യപ്പെടുന്നത് ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് തന്നെയായിരിക്കും എന്നുള്ള സംഗതി പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും.
രണ്ടാമത്തത് നോക്കാം. രണ്ടാമത് പറയുന്നത് ഫോർ എവരി ഇൻറ്റിജർ n ആൻഡ് ഫോർ എവരി ഗ്രൂപ്പ് എലമെൻറ്റ് എ ഇൻ ജി ഫൈ ഓഫ് എ റൈസ് ടു എൻ ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ എന്നുള്ളതാണ്. എൻ എന്ന് പറയുന്നത് എവരി ഇൻറ്റിജറാണ്. n പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോയും ആകാം. അപ്പോൾ അങ്ങനെ ഏതൊരു ഇൻറ്റിജറിനും ഈ ഒരു ഏതൊരു എലമെൻറ്റ് എ എന്ന് പറയുന്ന എലമെൻറ്റ് ജിയിൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഫൈ ഓഫ് എ റൈസ് ടു എൻ, എ എന്ന് പറയുന്നത് എലമെൻറ്റിനെ എൻ ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഓപ്പറേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോൾ അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എൻ ടൈംസ് അഡീഷൻ ആയിരിക്കും. അപ്പോൾ എൻ ഇൻറ്റു എ എന്നുള്ളത് ആയിരിക്കും അവിടെ ജിയുടെ ഓപ്പറേഷൻ എന്നുള്ള നിലയിൽ വരിക. അതുപോലെ തന്നെ ജി ഡാഷിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇവിടെ ജനറലായിട്ട് നമ്മൾ ഓപ്പറേഷൻ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ഇൻ എൻ ടൈംസ് പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ വരും. അത് അഡിഷൻ ആണെന്നുണ്ടെങ്കിൽ എൻ ഇൻറ്റു ഫൈ ഓഫ് എ എന്നുള്ള നിലയിലാണ് വരിക. അപ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യുന്നത് എൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇത് അങ്ങനെ പ്രൂവ് ചെയ്യാം. പോസിറ്റീവ് ഇൻറ്റിജർ ആവുമ്പോൾ നമുക്ക് ഇൻഡക്ഷൻ മെത്തേഡ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് രണ്ടാമത്തെ എൻ ഈക്വൽ ടു 2 ആകുമ്പോൾ ഫൈ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ആണ്. ഫൈ ഓഫ് എ ഇൻറ്റു എ ആണ്. ദാറ്റ് ഈസ് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ആണ്. കാരണം ഫൈ എന്ന് പറയുന്നത് ഐസോമോർഫിസ് ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഓപ്പറേഷൻ പ്രിസർവ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ദാറ്റ് ഈസ് ഫൈ ഓഫ് എ ദ ഹോൾ സ്ക്വയർ എന്നുള്ള നിലയിൽ എഴുതാം. അപ്പോൾ ഫൈ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ സ്ക്വയർ എന്നുള്ള സംഗതി വരും. അപ്പോൾ നമുക്ക് എൻ ഈക്വൽ ടു 2 ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ഇൻഡക്ഷൻ മെത്തേഡ് പ്രകാരം എൻ ഈക്വൽ ടു കെ വരെയുള്ള എലമെൻറ്റുകൾക്ക് 2 മുതൽ കെ വരെയുള്ള എലമെൻറ്റുകൾക്ക് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് നമുക്ക് സപ്പോസ് ചെയ്യാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കെ പ്ലസ് 1 ഇത് സാറ്റിസ്ഫൈഡ് ആണെന്ന്, കെ പ്ലസ് 1 എന്ന് പറയുന്ന ഇൻറ്റിജറിനും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇക്വേഷൻ 3 നമുക്ക് ഫൈ ഓഫ് എ റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ എന്നുള്ളത് നമുക്ക് എഴുതാം. ഇനി ഫൈ ഓഫ് എ റൈസ് ടു കെ പ്ലസ് 1 ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു കെ ഇൻറ്റു എ എന്നുള്ളത് എഴുതാം. അതിനുശേഷം നമുക്ക് ഐസോമോർഫിസം പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഫൈ ഓഫ് എ റൈസ് ടു കെ ഇൻറ്റു ഫൈ ഓഫ് എ എന്നുള്ളത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം. ഇനി ഫൈ ഓഫ് എ റൈസ് ടു കെ എന്നുള്ളത് നമുക്ക് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ എന്നുള്ളത് ധൈര്യമായിട്ട് എഴുതാം. കാരണം നമ്മൾ നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം അസംഷൻ കെ വരെ ഉണ്ട്. അപ്പോൾ ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ ഇൻറ്റു ഫൈ ഓഫ് എ എന്നുള്ളത് പറയാം. അങ്ങനെ നമുക്ക് പറയുമ്പോൾ ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ പ്ലസ് 1 എന്നുള്ളതായിട്ട് മാറും. അങ്ങനെ നമ്മുടെ ഫൈ ഓഫ് എ റൈസ് ടു കെ പ്ലസ് 1 എന്നുള്ളത് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ പ്ലസ് 1 എന്നുള്ള സംഗതിയിലേക്ക് മാറി. അപ്പോൾ എൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫൈ ഓഫ് എ റൈസ് ടു എൻ ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ എന്നുള്ള സംഗതി പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് 2 കാര്യങ്ങളേ ഉള്ളൂ. എൻ നെഗറ്റീവ് ആകുമ്പോഴും എൻ 0 ആകുമ്പോഴും. എൻ നെഗറ്റീവ് ആകുമ്പോൾ മൈനസ് എൻ എന്തായാലും പോസിറ്റീവ് ആകും അല്ലേ? അപ്പോൾ മൈനസ് എൻ പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി 1 അതുപോലെ തന്നെ നമ്മുടെ പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ കാര്യത്തിൽ പ്രൂവ് ചെയ്ത മുകളിലത്തെ ഈ പ്രൂവ് ചെയ്ത കാര്യവും കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇ ഡാഷ് എന്ന് പറയുന്നത് ഫൈ ഓഫ് ഇ എന്നുള്ള ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്കുണ്ട്. ഇ ഡാഷ് എന്ന് പറയുന്ന ജി ഡാഷിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാപ്പ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഫൈ ഓഫ് എ റൈസ് ടു എൻ ഇൻറ്റു എ റൈസ് ടു മൈനസ് എൻ എന്നുള്ളത് എഴുതാം. ഇ എന്ന് പറയുന്ന എലമെൻറ്റിനെ ഒരു എലമെൻറ്റ് അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടും എന്നുള്ള പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഐസോമോർഫിസം ആയതുകൊണ്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഫൈ ഓഫ് എ റൈസ് ടു എൻ ഇൻറ്റു ഫൈ ഓഫ് എ റൈസ് ടു മൈനസ് എൻ എന്നാക്കി മാറ്റാൻ പറ്റും. ഇനി നമുക്ക് ഫൈ ഓഫ് എ റൈസ് ടു മൈനസ് എൻ, അവിടെ മൈനസ് എൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജറാണ് അല്ലേ? എൻ നെഗറ്റീവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈനസ് എൻ പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഇൻറ്റിജറിന് നമുക്ക് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണ്. ഫൈ ഓഫ് എ റൈസ് ടു മൈനസ് എൻ എന്ന് പറയുന്നത്
ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു മൈനസ് എൻ എന്നുള്ളത് നമുക്ക് എഴുതാം, ധൈര്യമായിട്ട് എഴുതാം. നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. രണ്ട് വശവും വലതുവശത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ ഡാഷ് ആയതുകൊണ്ട് ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു എൻ എന്നുള്ള വരും. റൈറ്റ് സൈഡിൽ ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു മൈനസ് എന്നും ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു എന്നും ക്യാൻസലായി പോകും. ബാക്കി ഫൈ ഓഫ് എ റേസ് ടു എൻ മാത്രം നിലനിൽക്കും. അപ്പോൾ നമുക്ക് ഫൈ ഓഫ് എ റേസ് ടു എൻ ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു എൻ എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ n പോസിറ്റീവും n നെഗറ്റീവ് ആകുമ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണ്. ഇനി n 0 ആകുമ്പോൾ നമുക്ക് വേറെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് അത് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. n എന്ന് പറയുന്നത് 0 ആകുമ്പോൾ ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു 0, ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ ഡാഷ് വരും. ഫൈ ഓഫ് എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു n 0 ആകുമ്പോഴത്തേക്ക് ഇ എന്നുള്ള എലമെൻ്റാണ്. അപ്പോൾ ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഇ ഡാഷ് എന്നുള്ള സംഗതി നമുക്ക് പ്രോപ്പർട്ടി 1 തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഇൻറ്റിജേഴ്സിനും നമുക്ക് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്നുള്ളത് നോക്കാം. മൂന്നാമത് പ്രൂവ് ചെയ്യേണ്ടത് ഫോർ എനി എലമെൻറ്റ്സ് എ ആൻഡ് ബി ഇൻ ജി, എ ആൻഡ് ബി കമ്മ്യൂട്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫൈ ഓഫ് എ ആൻഡ് ഫൈ ഓഫ് ബി കമ്മ്യൂട്ട് എന്നുള്ളതാണ്. അപ്പോൾ എ ബി ഈക്വൽ ടു ബി എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് എ എന്നുള്ള സംഗതിയാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യത്തെ ഇംപ്ലിക്കേഷൻ നോക്കാം. ഫോർ എ ബി ബിലോങ്സ് എ കോമ ബി ബിലോങ്സ് ടു ജി, നൗ സപ്പോസ് ദാറ്റ് എ ആൻഡ് ബി ആർ കമ്മ്യൂട്ട്. എ ബി ഈക്വൽ ടു ബി എ എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്നുള്ളത് ഫൈ ഓഫ് എ ബി എന്നുള്ളതാകും. കാരണം ഫൈ എന്ന് പറയുന്ന ഐസോമോർഫിസ് ആയതുകൊണ്ട് ഓപ്പറേഷൻ പ്രിസർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത് യോജിപ്പിച്ച് എഴുതുന്നതിൽ പ്രശ്നമില്ല. എ ബി ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ബി. ഇനി എ ബി ഈക്വൽ ടു ബി എ എന്നുള്ള സംഗതി നമ്മുടെ അസംഷനിലുണ്ട്, കമ്മ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ബിക്ക് പകരം ബി എ എന്നുള്ളത് കൊടുക്കാം, ഫൈ ഓഫ് ബി എ ആവും. ഇനി വീണ്ടും നമ്മൾ ഐസോമോർഫിസത്തിൻ്റെ ആ ഗ്രൂപ്പ് പ്രിസർവ് ചെയ്യുന്നു എന്നുള്ള സംഗതി ഉപയോഗിച്ചുകൊണ്ട് ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് എ എന്നുള്ളത് മാറ്റാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് എൻഡിൽ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബിയും റൈറ്റ് എൻഡിൽ ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് എ എന്നും ഉള്ളതും ആയി. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫൈ ഓഫ് എയും ഫൈ ഓഫ് ബിയും കമ്മ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത കോൺവേഴ്സ് പാർട്ടാണ് നമുക്ക് നോക്കേണ്ടത്. ഫൈ ഓഫ് എയും ഫൈ ഓഫ് ബിയും കമ്മ്യൂട്ട് ചെയ്യുന്നെങ്കിൽ എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് സപ്പോസ് ചെയ്യാം ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് എ. ദെൻ ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്നുള്ളത് അറിയാം, നമ്മൾ നേരത്തെ ഐസോമോർഫിസ് ആയതുകൊണ്ട് പറഞ്ഞതുപോലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് എ. കാരണം ഫൈ ഓഫ് എയും ഫൈ ഓഫ് ബിയും കമ്മ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിലേക്ക് മാറ്റാം. ഇനി വീണ്ടും നമുക്ക് ഐസോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഫൈ ഓഫ് ബി എ എന്നുള്ള സംഗതി വരും. അപ്പോൾ ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് ബി എ എന്നുള്ള സംഗതി വരും. ഇത് നോക്കൂ, ഒരു ഫൈ എന്ന് പറയുന്നത് 1 to 1 ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമുക്ക് എ ബി ഈക്വൽ ടു ബി എ എന്നുള്ള സംഗതി എഴുതാനായിട്ട് സാധിക്കും അല്ലേ. ഒരു എഫ് ഇമേജസ് രണ്ട് എലമെൻറ്റുകളുടെ എഫ് ഇമേജസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റുകൾ തുല്യമാണ് എന്നുള്ള 1 to 1 പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് എ ബി ഈക്വൽ ടു ബി എ ദാറ്റ് ഈസ് എ ആൻഡ് ബി ആർ കമ്മ്യൂട്ട് എന്ന സംഗതി പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് നോക്കാം. നാലാമത് പറയുന്നത് ജി എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഡാഷ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ എന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നൗ സപ്പോസ് ദാറ്റ് ജി ഈസ് ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. ഇനി നമുക്ക് നോക്കേണ്ടത് ജി ഡാഷ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ എ എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആദ്യം നോക്കാം. ഫൈ ഓഫ് എ ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പും ജി ഡാഷും തമ്മിലുള്ള ബന്ധം നമുക്കറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സൈക്ലിക് സബ് ഗ്രൂപ്പാണ്
ജി ഡാഷിൻ്റെ സൈക്ലിക് സബ് ഗ്രൂപ്പാണ് ഫൈ ഓഫ് എ ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഫൈ ഓഫ് എ കാരണം ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ജി ഡാഷിൻ്റെ ഒരു എലമെൻ്റാണ്. ആ എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ് എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് തിരിച്ചുള്ള ഇംപ്ലിക്കേഷനും കൂടെ പ്രൂവ് ചെയ്താൽ മതി. കാരണം ജി ഡാഷ് കണ്ടെയ്ൻഡ് ഇൻ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ എന്നുള്ളതും കൂടി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സെറ്റും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫൈ എന്ന് പറയുന്നത് ഓൺ ടു ആണെന്ന് നമുക്കറിയാം. ഐസോമോർഫിസം ആയതുകൊണ്ട് ഓൺ ടു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോർ എനി എലമെൻറ്റ് ബി ഇൻ ജി ഡാഷ് ദർ ഈസ് ആൻ എലമെൻറ്റ് എ റൈസ് ടു കെ ഇൻ ജി സച്ച് ദാറ്റ് ഫൈ ഓഫ് എ റൈസ് ടു കെ ഈക്വൽ ടു ബി എന്നുള്ളതാണ് പറയുന്നത്. ഫൈ ഓൺ ടു ആയതുകൊണ്ട് തന്നെ നമുക്ക് ജി ഡാഷിലുള്ള ഒരു എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ജിയിനകത്തുള്ള ഒരു എലമെൻറ്റ് കിട്ടും എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ആണെന്നുള്ളത് നമ്മളിവിടെ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എ പവർ എന്നുള്ള നിലയിലായിരിക്കും ജിയിനകത്തുള്ള എല്ലാ എലമെൻറ്റുകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കെ എടുത്തു കഴിഞ്ഞാൽ എ റൈസ് ടു കെ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ ഫോമായിരിക്കും ആ ബി എന്ന് പറയുന്ന ജി ഡാഷിലെടുത്ത എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജിയിലെ ഒരു എലമെൻറ്റ്. നമുക്കങ്ങനെ അസംഷൻ നടത്താൻ പറ്റും. ഫൈ ഓഫ് എ റൈസ് ടു കെ എന്നുള്ളത് ബി എന്നുള്ള നിലയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എഴുതിയാൽ നമുക്ക് ഫൈ ഓഫ് എ റൈസ് ടു കെ എന്ന് പറയുന്നത് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ എന്നുള്ള പ്രോപ്പർട്ടി, രണ്ടാമത്തെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫൈ ഓഫ് എ എന്ന് പറയുന്ന ജി ഡാഷിലെ ഒരു എലമെൻറ്റിൻ്റെ പവറായിട്ട് നമുക്ക് ബീനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ബി ബിലോങ്സ് ടു ദി സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ എന്നുള്ളതാണ്. അല്ലേ, ബി എന്ന് പറയുന്നത് ഒരു ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ എന്നുള്ള നിലയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് തന്നെ ഫൈ എ ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിൽ ആ ബി എന്ന് പറയുന്നത് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നത് ബി എന്ന് പറയുന്നത് ജി ഡാഷിലെ ഒരു എലമെൻറ്റ് ഇപ്പോൾ പ്രസൻ്റ് ആയിരിക്കുന്നത് ഫൈ ഓഫ് എ ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിലാണ്. അപ്പോൾ ദാറ്റ് ഈസ് ജി ഡാഷ് കണ്ടെയ്ൻഡ് ഇൻ ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ എന്നുള്ളത് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ രണ്ട് സംഗതികളും ഫൈ ഓഫ് എ ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് കണ്ടെയ്ൻഡ് ഇൻ ജി ഡാഷ് എന്നുള്ളതും ജി ഡാഷ് കണ്ടെയ്ൻഡ് ഇൻ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ എന്നുള്ളതും രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ജി ഡാഷ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ എന്നുള്ള സംഗതി നമുക്ക് പറയാൻ കഴിയും. ഇനി നമുക്ക് ഒരു പാർട്ടും കൂടി ഉണ്ട്, കോൺവേഴ്സ് പാർട്ടുണ്ട്. ജി ഡാഷ് എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ എന്നുള്ളതുണ്ടെങ്കിൽ ജി ഈക്വൽ ടു എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ജി ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്നുള്ള സംഗതിയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം നമ്മളിവിടെയും എഴുതുകയാണ്. സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്നുള്ളത് കണ്ടെയ്ൻഡ് ഇൻ ജി ആണെന്നുള്ളത് നമുക്കറിയാം. എ എന്നുള്ള ജിയിലെ ഒരു എലമെൻ്റ് ആയതുകൊണ്ട് അത് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പ് ജിയിലെ ഒരു എലമെൻ്റായി മാറും, ഒരു ഗ്രൂപ്പായി മാറും, സബ് ഗ്രൂപ്പായി മാറും. ഇനി നമുക്ക് ബി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുന്നു, എനി എലമെൻറ്റ് ഫ്രം ജി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈ ഓഫ് ബി എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എയിലെ എലമെൻ്റ് ആയിരിക്കും. കാരണം ഫൈ ഓഫ് ബി എന്ന് പറയുന്നത് ജി ഡാഷിലെ എലമെൻ്റ് ആയിരിക്കും. ജി ഡാഷ് എന്നുള്ളത് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ എന്നുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഫൈ ഓഫ് ബി ബിലോങ്സ് ടു ദി സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ. ദെൻ നമുക്ക് ഒരു ഇൻറ്റിജർ കെ നമുക്ക് അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും, സച്ച് ദാറ്റ് ഫൈ ഓഫ് ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു കെ. ഇനി നമുക്ക് കാരണം ഫൈ ഓഫ് എയുടെ പവറുകളാണ് ആ എലമെൻറ്റ്, ആ ജി ഡാഷ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എലമെൻറ്റുകൾ. അതുകൊണ്ട് തന്നെ ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു കെ എന്നുള്ള സംഗതി വരും. ഇനി അതിനെ നമുക്ക് ഫൈ ഓഫ് എ റേസ് ടു കെ എന്നുള്ളത് സംഗതി ആ പ്രോപ്പർട്ടി, രണ്ടാമത്തെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് നോക്കൂ, ഫൈ ഓഫ് ബി ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു കെ. അപ്പോൾ നമുക്ക് ഉടനെ നമുക്ക് 1-to-1 പ്രോപ്പർട്ടി, ഫൈയുടെ 1-to-1 പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട്
ദാറ്റ് ഇംപ്ലൈസ് ഫൈ ഓഫ് ബി ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു കെ, രണ്ട് എലമെൻറ്റുകളുടെ ഇമേജ് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രണ്ട് എലമെൻറ്റുകളും തുല്യമായിരിക്കും 1-to-1 പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട്. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു എ റൈസ് ടു കെ. അതായത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റ് ആർബിട്രറി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റിനെ നമുക്ക് ഒരു എ പവർ കെ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് എ ജനറേറ്റ് ചെയ്യുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ എലമെൻ്റായിട്ട് ആ എലമെൻറ്റ് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്നുള്ള സംഗതി നമുക്കവിടെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ആ രണ്ട് സംഗതികളും ഉപയോഗിച്ചുകൊണ്ട്, ആ രണ്ട് ഇൻക്ലൂഷനും നമുക്ക് എടുത്തുകൊണ്ട് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഈസ് ഈക്വൽ ടു ജി എന്നുള്ള കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ്. അഞ്ചാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇങ്ങനെയാണ്: ഓർഡർ പ്രിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓർഡർ ഓഫ് എ ഈക്വൽ ടു ഓർഡർ ഓഫ് ഫൈ ഓഫ് എ ഫോർ ഓൾ എ ഇൻ ജി. ഐസോമോർഫിസം പ്രിസർവ് ഓർഡേഴ്സ് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അത് ഈ പറഞ്ഞ നമ്മൾ പ്രൂവ് ചെയ്തിരിച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസിൽ നിന്നും വളരെ എളുപ്പം കിട്ടാവുന്ന സംഗതിയാണ്. നമുക്കെടുക്കാം ഓർഡർ ഓഫ് എ എന്നുള്ളത് എൻ ആയിട്ട് എടുക്കാം. അപ്പോൾ എ റൈസ് ടു എൻ എന്നുള്ളത് ഇ ആവും, ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ ജി ആവും. പിന്നെ ഫൈ ഓഫ് എ റൈസ് ടു എൻ എടുക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ. കാരണം ഫൈ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണ്, നമ്മുടെ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഈക്വലായിട്ടുള്ള എലമെൻറ്റുകൾ ജിയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജസും ഈക്വൽ ആയിരിക്കണം. ഫൈ ഓഫ് എ റൈസ് ടു എൻ ഈക്വൽ ടു ഫൈ ഓഫ് ഇ എന്നുള്ള സംഗതി വരും. ദാറ്റ് ഇംപ്ലൈസ് ഫൈ ഓഫ് എ റൈസ് ടു എൻ എന്നുള്ളത് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ എന്നുള്ള സംഗതിയാണ് നമുക്കറിയാം. ഫൈ ഓഫ് ഇ എന്നുള്ളത് ഇ ഡാഷ് എന്നുള്ളത് അറിയാം. രണ്ടും ആ പ്രോപ്പർട്ടി രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു ഇ ഡാഷ് എന്നുള്ള സംഗതി വരും. അതിനർത്ഥം നമുക്ക് ഉടനെ പറയാൻ പറ്റില്ല ഫൈ ഓഫ് എയുടെ ഓർഡർ എൻ ആണെന്ന് ഉടനെ പറയാൻ പറ്റില്ല. നമുക്ക് ഒരു കാര്യം പറയാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു എ റൈസ് ടു കെ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ എയുടെ ഓർഡറിന് ഡിവൈഡ് ചെയ്യും എന്നുള്ളത് അല്ലേ. ഓർഡർ എയുടെ ഓർഡർ ആ കെയെ ഡിവൈഡ് ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻ്റായി. അതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ഡിവൈഡ്സ് എൻ എന്നുള്ള സംഗതി പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതായത് ഓർഡർ ഓഫ് ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നുള്ള സംഗതി വരും. നമുക്കത് ലെസ് ആണോ ഈക്വൽ ആണോ എന്നുള്ള സംഗതി മാത്രമേ നോക്കേണ്ടതുള്ളൂ. ഓർഡർ ഓഫ് ഫൈ ഓഫ് എ ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എൻ ആയി കഴിഞ്ഞാൽ, ഈ സ്ട്രിക്ട്ലി ലെസ് ദാൻ എൻ ആയി കഴിഞ്ഞാൽ then there exists a k belongs to k less than n such that phi of a the whole raised to k equal to e dash. അതായത് എന്നിനേക്കാളും ചെറിയ ഒരു എലമെൻറ്റ് അവിടെ കെ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫൈ ഓഫ് എയുടെ പവർ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഇൻറ്റിജർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള സംഗതിയാണ് അവിടെ വരുന്നത്. അവിടെ വന്നാലുള്ള പ്രശ്നം നമുക്ക് നോക്കാം. ഫൈ ഓഫ് എ ദ ഹോൾ റൈസ് ടു കെ ഈക്വൽ ടു ഇ ഡാഷ് എന്ന് പറയുന്നത് ഫൈ ഓഫ് എ റൈസ് ടു കെ ഈക്വൽ ടു ഇ ഡാഷ് എന്നുള്ളത് പറയാം പ്രോപ്പർട്ടി 2 ഉപയോഗിച്ചുകൊണ്ട്. ദാറ്റ് ഈസ് ഫൈ ഓഫ് എ റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ഇ എന്നുള്ള സംഗതി നമുക്ക് പറയാം. ഇ ഡാഷ് എന്നുള്ളത് ഫൈ ഓഫ് ഇ ആയിട്ട് മാറും പ്രോപ്പർട്ടി 1 ഉപയോഗിച്ചുകൊണ്ട്. ഇനി നമുക്ക് 1-1 പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഫൈ ഓഫ് എ റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ഇ ഉണ്ടെങ്കിൽ എ റൈസ് ടു കെ ഈക്വൽ ടു ഇ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ എന്താ പ്രശ്നം? നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്, എയുടെ ഓർഡർ എന്ന് പറയുന്നത് എൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിനേക്കാളും ചെറിയൊരു ഇൻറ്റിജർ എ റൈസ് ടു കെയ്ക്ക് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആവാൻ അതുകൊണ്ട് തന്നെ സാധ്യമല്ല. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. എൻ എന്ന് പറയുന്നത്, കെ എന്ന് പറയുന്ന ഇൻറ്റിജർ ഒരിക്കലും സ്ട്രിക്ട്ലി ലെസ് ദാൻ എൻ ആവില്ല. പിന്നെ ഒരു പോസിബിലിറ്റി അല്ലേ ഉള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കെ ഈക്വൽ ടു എൻ ആയേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് ഫൈ എ എന്ന് പറയുന്നത് എൻ ആയേ പറ്റൂ. അപ്പോൾ ഓർഡർ ഓഫ് എ എൻ ആയി കഴിഞ്ഞാൽ ഓർഡർ ഓഫ് ഫൈ എ എന്ന് പറയുന്നത് എൻ ആയേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഓർഡർ ഓഫ് എ ഈക്വൽ ടു ഓർഡർ ഓഫ് ഫൈ ഓഫ് എ. ഇനി ആറാമത്തെ പ്രോപ്പർട്ടിയാണ്. ആറാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്
ഇങ്ങനെയാണ്. ഫോർ എ ഫിക്സഡ് ഇൻറ്റിജർ k ആൻഡ് എ ഫിക്സഡ് ഗ്രൂപ്പ് എലമെൻറ്റ് b in G, the equation x raised to k equal to b has the same number of solutions in G as does the equation x raised to k equal to phi of b in G dash. ഇവിടെ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി, ആ ബി എന്ന് പറയുന്നത് ജിയിലെ എലമെൻ്റാണ്. എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടാകുന്ന സൊല്യൂഷൻ അത്രത്തോളം സൊല്യൂഷനുകൾ തന്നെയാണ് എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി എന്ന് പറയുന്നത് ജി ഡാഷിലെ എലമെൻ്റാണ്. ആ ഒരു ജി ഡാഷിലുള്ള ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷനും കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടിൻ്റെയും നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് തുല്യമാകും എന്നുള്ളതാണ്. ജിയിലെ ഇക്വേഷൻ്റെ സൊല്യൂഷനും ജി ഡാഷിൻ്റെ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനും തുല്യമാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് കിട്ടുക. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആറാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്, രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വി ഹാവ് ഫോർ ഈച്ച് സൊല്യൂഷൻ ഓഫ് എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ബി ഇൻ ജി ദർ ഈസ് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ഫോർ എക്സ് റൈസ് ടു കെ ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇൻ ജി ഡാഷ് എന്നുള്ളതാണ്. നമ്മൾ ജിയിലുള്ള ഏതൊരു എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ജി ഡാഷിൽ ഒരു എലമെൻറ്റ് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ്റെ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ജിയിലെയും ജി ഡാഷിലെയും ഈക്വലായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമുക്ക് വരുന്നത്. അടുത്ത് ഏഴാമത്തെ പ്രോപ്പർട്ടിയാണ് നമുക്ക് നോക്കേണ്ടത്. ഏഴാമത്തെ പ്രോപ്പർട്ടി വരുക, ഏഴാമത്തെ പ്രോപ്പർട്ടി, ഇഫ് ജി ഈസ് ഫൈനൈറ്റ് then G and G dash have exactly the same number of elements of every order എന്നുള്ളതാണ്. If G is finite then G and G dash have exactly the same number of elements of every order. നമുക്കത് ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഒരു റിസൾട്ടാണത്. നമുക്കത് അഞ്ചാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇങ്ങനെയാണ്. ഓർഡർ ഓഫ് എ ഈക്വൽ ടു ഓർഡർ ഓഫ് ഫൈ ഓഫ് എ ഫോർ ഓൾ എ ഇൻ ജി എന്നുള്ളതാണ്. ആ സംഗതി ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ജി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ജിയും ജി ഡാഷും ജിക്കും ജി ഡാഷിനും എക്സാക്ട്ലി ദ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എവരി ഓർഡർ എന്നുള്ളത്. നമ്മളവിടെ ഒരു എലമെൻറ്റിൻ്റെ ഓർഡറിനെ പറ്റിയിട്ടാണ് പറഞ്ഞു. ഇവിടെ ജിക്കും ജി ഡാഷിനുമുള്ള എല്ലാ എലമെൻറ്റുകളുടെ ഓർഡറിനും ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഏഴാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളും കൂടി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോപ്പർട്ടീസ് ഓഫ് ഐസോമോർഫിസം ആക്ടിങ് ഓൺ സം എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ്സ് എന്നുള്ള നിലയിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഗ്രൂപ്പിനെ തന്നെ എങ്ങനെയാണ് ഈ ഐസോമോർഫിസം ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കതിൻ്റെ പ്രൂഫിലേക്കൊന്നും പോകേണ്ടതില്ല, പ്രൂഫ് ആവശ്യമില്ല. സപ്പോസ് ദാറ്റ് ഫൈ ഈസ് ആൻ ഐസോമോർഫിസം ഫ്രം എ ഗ്രൂപ്പ് ജി ഓൺ ടു എ ഗ്രൂപ്പ് ജി ഡാഷ്. Then phi inverse is an isomorphism from G on to G dash. G is abelian if and only if G dash is abelian. G is cyclic if and only if G dash is cyclic. If K is a subgroup of G, then phi of K equal to the set of all phi of K such that K belongs to K is a subgroup of G dash. അഞ്ചാമത്തത്, if K dash is a subgroup of G dash, then phi inverse K, that is the set of all G belongs to G such that phi of G belongs to K dash is a subgroup of G എന്നുള്ളതാണ്. ആറാമത്തത്, phi of center of G equal to center of G dash എന്നുള്ള ഈ 6 പ്രോപ്പർട്ടീസാണ് നമുക്ക് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഐസോമോർഫിസം, ഗ്രൂപ്പിൽ ആക്ട് ചെയ്യുന്ന ഐസോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി എന്നുള്ളതാണ്. നമുക്ക് ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. എൻ്റെ പ്രൂഫിലേക്ക് പോകണ്ട. ഈ 2 തിയറംസും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐസോമോർഫിസം 2 ഗ്രൂപ്പുകളിൽ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പം സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഒന്നേ വേണ്ടൂ, നമുക്കൊരു ആദ്യത്തെ ഒരു ഒബ്സർവേഷൻ വേണമെങ്കിൽ ഓർഡർ ഓഫ് ജി ഈസ് നോട്ട് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ഡാഷ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാമെന്നേ ഉള്ളൂ. രണ്ടിൻ്റെയും ഓർഡർ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് ഐസോമോർഫിസം അവിടെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ജിയും ജി ഡാഷും അബീലിയനാണോ, രണ്ടും ഒന്ന് അബീലിയനും മറ്റത്
നോൺ അബീലിയനാണെന്നുണ്ടെങ്കിലും അവിടെ ഐസോമോർഫിസം നടക്കില്ല. രണ്ടും അബീലിയനാണെന്നുണ്ടെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. സൈക്ലിക്കാണ്, രണ്ടും സൈക്ലിക് ആണെങ്കിൽ ഐസോമോർഫിസം ഉണ്ടാവും. പക്ഷേ ഒന്ന് സൈക്ലിക്കും മറ്റൊന്ന് നോൺ സൈക്ലിക്കും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസോമോർഫിസം കിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഓർഡറിൻ്റെ കാര്യത്തിലും നമുക്ക് ഏറ്റവും വലിയ ഓർഡറായിട്ട് വരുന്ന എലമെൻറ്റിന് അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം ജിയിലുള്ള ഏറ്റവും വലിയ ഓർഡറുള്ള എലമെൻറ്റും ജി' ലാർജസ്റ്റ് ഓർഡർ വരുന്ന എലമെൻറ്റും അതിനൊരു തുല്യത അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. രണ്ടിൻ്റെ ഓർഡർ തുല്യമാവണം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ അത് ഐസോമോർഫിക് ആയിരിക്കില്ല. അതുപോലെ തന്നെ സ്മോളസ്റ്റ് ഓർഡർ വരുന്ന എലമെൻറ്റുകൾ തമ്മിലും ഒരു ബന്ധം അവിടെ ഉണ്ടാവും. ഏറ്റവും ചെറിയ എലമെൻ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റി എലമെൻ്റാണ്. അത് 1 ആണ് അതിൻ്റെ ഓർഡർ. അതല്ലാതെ 1 അല്ലാതെ ഉള്ള ചെറിയ ഓർഡർ വരുന്ന എലമെൻറ്റുകൾ തമ്മിലുള്ള ഒരു ഐസോമോർഫിസം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള 5 പ്രത്യേകതകൾ നോക്കിക്കൊണ്ട് നമുക്ക് രണ്ട് ഗ്രൂപ്പുകൾ ഐസോമോർഫിക് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുമായി ബന്ധപ്പെട്ട 1-2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ജി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് അണ്ടർ അഡിഷൻ ആൻഡ് ജി' എന്ന് പറയുന്നത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന 2z അണ്ടർ അഡിഷൻ. ദെൻ 5 ഫ്രം z പ്ലസ് 2z പ്ലസ് ഡിഫൈൻഡ് ബൈ 5 of x equal to 2x for all x belongs to z is an isomorphism from z on to 2z. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് z പ്ലസും 2z പ്ലസും ആയിട്ടുള്ള ഒരു ഐസോമോർഫിസം നമുക്ക് ഡിഫൈൻ ചെയ്ത് ഇങ്ങനെ നോക്കാം. 5 of x equal to 2x for all x belongs to z. നമുക്ക് ആദ്യം ഗ്രൂപ്പ് ഓപ്പറേഷൻ പ്രിസർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. 5 of x1 പ്ലസ്, ഇവിടെ x1 പ്ലസ് x2 ആണ്, അഡീഷനാണ്. അതുകൊണ്ട് തന്നെ 5 of x1 plus x2 equal to 2 into x1 plus x2, that is 2x1 plus 2x2, that is equal to 5 of x1 plus 5 of x2. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഓപ്പറേഷൻ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇനി 1 to 1 ആണോ എന്നുള്ളത് നോക്കാനായിട്ട് 5 of x1 equal to 5 of x2, which implies 2x1 equal to 2x2, that implies x1 equal to x2, that is 5 is 1 to 1. ഇനി ഓൺ ടു ആണോ നോക്കാനായിട്ട് നമുക്കറിയാം 5 of z എന്ന് പറയുന്നത് 2zലേക്ക് തന്നെയാണ്. മുഴുവൻ എലമെൻസിനെയും ഇസഡിലുള്ള എല്ലാ എലമെൻറ്റുകളെയും നമുക്ക് 2zലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2zൽ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇസഡിനകത്തുള്ള ഒരു എലമെൻറ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് 5 is on to, hence 5 is an isomorphism എന്നുള്ള സംഗതി നമുക്ക് കിട്ടും. രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി എക്സാമ്പിൾ നമുക്ക് നോക്കേണ്ടത് the group Q of rational numbers under addition and Q star of non-zero rational numbers under multiplication are not isomorphic. ഇവിടെ Q എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സാണ്, Q സ്റ്റാർ എന്ന് പറയുന്നത് നോൺ സീറോ റാഷണൽ നമ്പേഴ്സാണ്. ഇവിടുത്തെ ഓപ്പറേഷൻസും ഡിഫറൻ്റ് ആണ്. Q എന്ന് പറയുന്ന റാഷണൽ നമ്പേഴ്സിൽ എടുത്തിരിക്കുന്ന ആ ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്ന അഡിഷനാണ്. Q സ്റ്റാർ എന്ന് പറയുന്ന നോൺ സീറോ റാഷണൽ നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ എങ്ങനെയാണത് നോട്ട് ഐസോമോർഫിക് എന്ന് പറയുന്നതെന്ന് നോക്കാം. രണ്ട് ഗ്രൂപ്പുകളും ഇൻഫൈനൈറ്റ് ഗ്രൂപ്പുകളാണ്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ അബീലിയനാണ് എന്നുള്ളത് നമുക്കറിയാം, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സൈക്ലിക് അല്ല എന്നുള്ളത് നമുക്കറിയാം. എവറി നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ക്യൂ ഹാസ് ഇൻഫിനിറ്റ് ഓർഡർ. ഇൻഫിനിറ്റ് ഓർഡറാണ് നോൺ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ടുള്ള ക്യൂയിലെ എലമെൻറ്റുകൾക്ക്. കാരണം ഇവിടെ അഡീഷനാണ്, അതുകൊണ്ട് തന്നെ NX എന്ന് പറയുന്നത് സംഗതി 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് n ഈക്വൽ ടു 0 എന്നുള്ള നിലയിലാണ്. നമുക്കപ്പോൾ ഇവിടെ x⁻n എന്നുള്ളത് NX വരുന്നു എന്നുള്ളതേ ഉള്ളൂ, അത് തിരിച്ചറിയുക. NX എന്ന് പറയുന്നത് 0 കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഇൻറ്റിജറും അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. n എന്ന് പറയുന്നത് 0 മാത്രമേ അവിടെ
അങ്ങനെ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലേ. അല്ലാതെ നമുക്ക് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലും 0 കിട്ടത്തക്ക രീതിയിലുള്ള ഒരു എന്നും നമുക്കവിടെ ഉണ്ടാവില്ല. അത് അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 0 ആവണം. ഈ 2 കേസ് അല്ലാതെ നമുക്കവിടെ വേറൊരു ഇൻറ്റിജർ അവിടെ എക്സിസ്റ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ ക്യൂ സ്റ്റാർ എന്ന് പറയുന്ന എലമെൻറ്റിൽ പക്ഷേ -1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന എലമെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് -1ൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 എന്നുള്ള സംഗതി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള ഓർഡറുകളാണ് അവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഐസോമോർഫിക് അല്ല എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്ത് നോക്കാം. Z6ഉം S3യും എടുക്കുന്നു. Z6ൻ്റെയും S3യുടെയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 6 ആണെന്നുള്ളത് നമുക്കറിയാം. Z6 പക്ഷേ അബീലിയൻ ഗ്രൂപ്പാണ്. S3 എന്ന് പറയുന്നത് നോൺ അബീലിയൻ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് രണ്ടും ഐസോമോർഫിക് അല്ല എന്നുള്ള സംഗതി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബാക്കി അടുത്ത ക്ലാസ്സിൽ.